ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ബട്ട് ഞങ്ങളിത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഇത്ര അടിപൊളിയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഞങ്ങളിത് ഫസ്റ്റ് ടൈമല്ലേ ഉണ്ടാക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുവന്നുള്ളി, സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചതച്ച് വെക്കാം കേട്ടോ. നമ്മുടെ ബീഫ് ഇവിടെ 6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് വിസിൽ പോയതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ ചേരുവകളും ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാതും സവാള എല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഗരം മസാലപ്പൊടി, എരിവില്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കുറുക്കി വരുന്നത് വരെ നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് എന്താക്കാം, തേങ്ങാക്കൊത്തിടാം. ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ, പത്തിരീൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയായാലും കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ.